ഒരിക്കൽ ഒരു ജനറൽ തൻ്റെ പട്ടാളക്കാർ ഒന്നിച്ചിട്ട് ഒരു യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് തൻ്റെ എതിർ സൈന്യത്തിൽ ഒത്തിരിയേറെ സൈന്യങ്ങളുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായി. തൻ്റെ വിജയമെന്ന് പറയുന്നത് കുറച്ച് ദൂരത്താണെന്നും എന്നാൽ തൻ്റെ കൂടെയുള്ള സൈന്യങ്ങളോട് ആ ജനറൽ പറഞ്ഞു, നമുക്ക് എന്തായാലും വിജയമുണ്ടാവും, കാരണം നമുക്ക് സൈന്യബലം ഉണ്ടല്ലോ എന്ന്. അത് കേട്ട് ഈ സൈനിക അംഗങ്ങളൊക്കെ ചിരിച്ചു, കാരണം അവർക്കറിയാമായിരുന്നു അവരെന്തായാലും തോൽക്കുമെന്ന്. പക്ഷെ ജനറൽ വിട്ടുകൊടുത്തില്ല. ജനറൽ പറഞ്ഞു, ഒരു അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു കോയിൻ എടുത്തുകൊണ്ട് പറഞ്ഞു, ഈ കോയിൻ വീഴുന്നത് ഹെഡാണെങ്കിൽ നമ്മൾ എന്തായാലും ജയിക്കും, അത് മറുപുറമാണെങ്കിൽ നമുക്ക് പരാജയമുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കോയിൻ മുകളിലേക്ക് ഉയർന്ന സമയത്ത് എല്ലാവരുടെയും കണ്ണുകൾ മുകളിലേക്കായിരുന്നു ഉയർന്നത്. താഴെ എത്തുന്നത് വരെ ഇടവിടാതെ പിന്തുടർന്നു. താഴെ എത്തിയ സമയത്ത് അതേ ഹെഡ് വന്നു. ആ ഹെഡ് വന്നപ്പോൾ എല്ലാവരും സൈന്യ അംഗങ്ങൾ മുഴുവൻ ആർത്തലച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ എന്തായാലും ജയിക്കും. ആ യുദ്ധം അണിബലം കൊണ്ടല്ലെങ്കിലും ഇവർ തന്നെ ജയിച്ചു. ഈ ജയിച്ചതിൻ്റെ ശേഷം തൻ്റെ സേനാംഗം വളരെ സന്തോഷത്തോടുകൂടി ജനറലിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എന്തായാലും നമ്മൾ ജയിച്ചല്ലോ, താങ്കൾ ആ കോയിൻ എറിഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞപ്പോൾ ആ കോയിൻ തന്നെ ജനറൽ അംഗത്തിന് കൊടുത്തു. ആ അംഗത്തിന് കയ്യിൽ നിന്ന് രണ്ട് സൈഡും തിരിച്ചു നോക്കിയപ്പോൾ ഹെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ അംഗം അത്ഭുതത്തോട് അയാളെ നോക്കിയപ്പോൾ ജനറൽ പറഞ്ഞു, നിങ്ങൾക്ക് ആത്മവിശ്വാസത്തിൻ്റെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സേനാബലം ഇല്ലെങ്കിൽ പോലും ജയിക്കാൻ സാധിക്കുമെന്ന്. ഇതുപോലെയാണ് നമ്മുടെ കുട്ടികളോടുള്ള നമ്മുടെ മനോഭാവം. പലപ്പോഴും നമ്മൾ കുട്ടികളെ എപ്പോഴും ചീത്ത പറയുകയും കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവരെ മുമ്പിൽ വെച്ച് കളിയാക്കുകയും ചെയ്യുമ്പോൾ കുട്ടികൾ പരാജയപ്പെട്ടു പോവുക തന്നെയാണ് ചെയ്യുന്നത്. അതേസമയം കുട്ടികളുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾ ഭാഗ്യവതിയാണ്, നിങ്ങൾ ബുദ്ധിമതിയാണ്, നല്ല മിടുക്കനായ വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ മിടുക്കനായിട്ടുള്ള എൻ്റെ മകനാണ്, മകളാണ് എന്ന് നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് പറഞ്ഞു നോക്കൂ. ഇടയ്ക്കുന്നവരെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ഉമ്മ വെച്ച് നോക്കൂ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ സ്വയമേവയായെങ്കിൽ പോലും തൻ്റെ കുട്ടികളെടുത്ത് നമ്മൾ കാണിക്കുന്ന സമീപനമാണ് അവരെ മിടുക്കരാക്കുന്നത്. അപ്പോൾ മിടുക്കരാക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നവരടുത്ത് ഇടയ്ക്ക് മിടുക്കരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവർ മിടുക്കരായിക്കൊള്ളും കേട്ടോ.